എയ്ഡ്സ് രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാരകമായ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആയുസ്സുണ്ടോ? ഒരു രോഗം, മാരകമായ ഒരു രോഗം, ഇതുമായി ബന്ധപ്പെട്ട രോഗമാണ്, ഇവന്റെ രോഗം ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ആയുസ് പോയി, പിന്നെ തീർന്നു. ശരി തന്നെ. ഇപ്പൊ ഇവനെ വ്യഭിചരിക്കാൻ തന്നെ പോയാൽ തന്നെ ഇപ്പൊ സ്വസ്ഥമായിട്ടെങ്കിലും റൂം എടുത്താൽ തന്നെ, വീട്ടിലാണെങ്കിൽ തന്നെ അന്യന്റെ പുറയിൽ ഒളിച്ചോടി കയറിയാൽ തന്നെ സ്വസ്ഥമായിട്ട് റാഹത്തായിട്ട് വ്യഭിചരിക്കാൻ കഴിയും. അവന്റെ ഭർത്താവിനെ പേടിക്കണം, അവനെ പേടിക്കണം, വാപ്പായെ പേടിക്കണം, അള്ളാഹെ പേടിക്കുന്ന, പിന്നെ ബാക്കിയുള്ളവരെ മുഴുവൻ പേടിക്കണം. പിന്നെ സ്വസ്ഥമായിട്ട് പോയി അവന്റെ കാര്യം നടത്താൻ പറ്റൂലല്ലോ. അപ്പോഴേക്ക് നീ പിടിച്ചു കഴിഞ്ഞാലോ അവനാകെ തളർന്ന്, അവന്റെ വയസ്സ് അവിടെ വെച്ച് തന്നെ ഒരു 10 വയസ്സ് കുറയും. ടെൻഷൻ അടിച്ചിട്ട്. ഇത് ദുനിയാവിന്റെ അവസ്ഥ തന്നെ ഇപ്പൊ ഇങ്ങനെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, അവന്റെ ആയുസ് കുറഞ്ഞു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ വിശദീകരിക്കേണ്ടത് ഒരുപാട് വിശദീകരണമുള്ളതാണ്. ആയുസ് കുറഞ്ഞു പോകും വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർ. വ്യഭിചാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഗുഹ്യഭാഗം കൊണ്ട് ചെയ്യുന്ന മാത്രം പണിയല്ല, കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഹൃദയം കൊണ്ടും കൈകാലുകൾ കൊണ്ടും ചെയ്യുന്ന എല്ലാ പണികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാഗം വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 2 കൈകളും വ്യഭിചരിക്കുന്നു. ഫസിനാഹുമാൽ ബത്ഷു, ആ കൈകളുടെ വ്യഭിചാരം അവളെ പിടിക്കലാണ്, അവളുമായി ബന്ധപ്പെട്ടതിനെ പിടിക്കലാണ് വ്യഭിചാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇപ്പൊ അവളെ പോയി പിടിച്ചില്ലെങ്കിലും അവൾക്ക് ഇങ്ങനെ മൊബൈലിൽ കൂടെ ഇങ്ങനെ മെസ്സേജ് വിടലും അത് കണക്കന്നെ. ഞാൻ വെറുതെ പറയല്ല, നബി തങ്ങൾ വെറുതെ ഒന്നല്ല പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ സംഭവിക്കാൻ പോണതാണ്. വാളിന്റെ സദസ്സിൽ ഞാൻ വാൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കണ്ട് ഒരു പെണ്ണിനെ മൊബൈൽ വിടുന്നു. അതെനിക്ക് മെസ്സേജ്, എന്താ വെച്ചാൽ നിന്നെ പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്, നീ എന്താ എന്നെ ഇത്ര നേരം വന്നിട്ട് നിങ്ങൾ കണ്ടില്ല, നിന്നെ വന്നു. അപ്പോൾ ഉടനെ അവിടെ നിന്ന് പറയും, എൻ്റെ ചക്കര, എൻ്റെ കരളെ, അതെൻ്റെ ഉപ്പായും ഉമ്മായി എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരുന്നു, അതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല, നീ മാപ്പാക്കണം, കരയല്ല, വിഷമിക്കല്ല, പ്ലീസ്. സംഭവിച്ച ഇവിടെ ഏത് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. എങ്ങനെ കിട്ടി? എൻ്റെ കൂടെ വന്ന സുഹൃത്ത് അടുത്തിരിക്കുന്നത്, അവന്റെ ഹാല് മാറിയിട്ട് അവൻ എന്ത് അടുത്തിരിക്കുന്നു. അതാ പറഞ്ഞത്, ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബോധമൊന്നും ഇല്ലേ? വാപ്പ അടുത്തിരുന്നാലും ഉമ്മ അടുത്ത്, അതുകൊണ്ട് ബോധമില്ല. എല്ലാം ഇത് തന്നെ. ഈ വഅദ്, ഉറൂസ്, ഉത്സവം, ഇതൊക്കെ ഈ പെണ്ണുങ്ങൾക്ക് വിചാരിക്കാൻ ഏറ്റവും നല്ല ഒരു സാഹചര്യമാണ്. വാപ്പായും ഉമ്മായും നേരെ വാതിന് വരും. ചെറുപ്പക്കാർ തലവേദന, ഉമ്മച്ച പോട്ടു, ഇവിടെ വേറെ മീറാജിന് പോകാൻ പോകുന്നവരുണ്ട്. ഇവിടെ പെണ്ണുങ്ങളെ ചെറുപ്പക്കാരെയും കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് വരാം പുറത്തേക്ക്. എൻ്റെ മാതാപിതാക്കളെ ഒന്ന് ശ്രദ്ധിച്ചോളി. എല്ലാ സാധനം ആരാ മുതലുകൾ ഉറൂസിന്റെ പേരും പറഞ്ഞിട്ട് പാപ്പായും ഉമ്മായും നേരെ വരും. ചെറുപ്പക്കാരൊക്കെ വീട്ടിൽ, ഇതൊക്കെ അവരൊക്കെ വെളിയിൽ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇതിന്റെ സംഘാടകരാണെങ്കിൽ തന്നെ, ഇപ്പൊ പൊതുവെ വാതിന്റെ ആണെങ്കിൽ തന്നെയും നമ്മളിവിടെ കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ കവലയിൽ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നതാണ്. എന്താ ഐറ്റങ്ങൾ പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ നിൽക്കും. അതിന് എന്തെല്ലാം പറഞ്ഞാൽ, എത്ര കസരിട്ട് കൊടുത്താലും അർഷ് എടുത്തുകൊണ്ട് വെച്ച് കൊടുത്താലും അവർ അതിനകത്തിരിക്കില്ല. കാരണം എന്താ, ഹൂർലിങ്ങളെ കാണാൻ വേണ്ടി അവർ നിയത്ത് ചെയ്തിരിക്കുകയാണ്, നേർച്ച ചേർന്നിരിക്കുകയാണ്. 10 വാതിന് 80 ഹൂർലിങ്ങളെ കാണാൻ ഞാൻ നേർച്ച ചേർത്തിട്ടുണ്ട് ഉസ്താദെ, അതൊന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ ലൈനിലായിട്ട് നിൽക്കാം. അങ്ങനെ നിൽക്കുമ്പോൾ അവർ വാത് പറയാൻ കയറി വരുമോ? അവരങ്ങനെ കയറി വരും. ആ പാട് കിട്ടുന്ന ഒരു ചാൻസ് ഇതേപോലെ ഉറൂസ് വാതിന് വരുമ്പോഴൊക്കെയാണ്. എപ്പോഴാ പോവാ? പിന്നെ കാസർഗോഡിനെ അപേക്ഷിച്ച് മറ്റേ മുക്കാടും കൂടെ ഇടുന്നത് കൊണ്ട്